ഹായ്, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് മീ ദൃശ്യ. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വീഡിയോ ആണ്. ഭയങ്കര പ്ലാൻഡ് ആയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ഒന്നുമല്ല. എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. എനിവേ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ദിവസം ചെയ്യുന്നൊരു കാര്യമാണ് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കും. അങ്ങനെയാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാറ് ഇങ്ങനെ കുറച്ച് ബ്ലാക്ക് റൈസിൻസ് തലേന്ന് രാത്രി വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടതാണ്. അത് ബ്ലാക്ക് റൈസിൻസ് നമ്മൾ നന്നായിട്ട് കഴുകുക, 3-4 പ്രാവശ്യം കഴുകുക. അതിന് ശേഷം തിളപ്പിച്ച് തണിഞ്ഞ വെള്ളത്തിൽ സോക്ക് ചെയ്തിടുക. അതിന് ശേഷം രാവിലെ എടുത്തിട്ട് അത് കഴിക്കുക. അപ്പോൾ ആ ബ്ലാക്ക് റൈസിനും കഴിക്കും, അതിൻ്റെ വെള്ളവും കഴിക്കും. അപ്പം അതും ഞാൻ കഴിച്ചു. അപ്പോൾ ഈ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് റൈസിനുണ്ടല്ലോ, നമ്മളുടെ അയൺ ലെവൽ കൂട്ടാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ എപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ അയൺ ലെവൽ ഭയങ്കരമായിട്ട് കുറവായിരിക്കും ഉണ്ടാവുക. എപ്പോഴും ഹൈ അനീമിക് ആയിട്ടാണ് കാണിക്കാറ്. അപ്പോൾ ഇത്തവണ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇത് ഏകദേശം എൻ്റെ അയൺ ലെവലൊക്കെ നോർമലായി വരുന്നുണ്ട്. അതിനുള്ളൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കഴിക്കാറുണ്ട് ഈ ഒരു ബ്ലാക്ക് റൈസിൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തത്. അപ്പോൾ അതങ്ങനെ കഴിച്ചു. അതിന് ശേഷം ഞാൻ എന്താണോ ഡ്രൈ ഫ്രൂട്ട്സ് വീട്ടിലുള്ളത് അതെടുക്കും, അതും കഴിക്കും. ഇന്നിപ്പോൾ 2 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ആപ്രിക്കോട്ടും പിന്നെ ഒരു 3-4 ആൽമണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും രാവിലെ തന്നെ നമുക്ക് ഇരുന്ന് കഴിക്കാനൊന്നും എനിക്ക് എപ്പോഴും സമയമൊന്നും കിട്ടാറില്ല. പിന്നെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ കഴിക്കും. അപ്പോൾ രാവിലത്തേക്ക് എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് ആവുന്നത് വരെ ഒരു ഇടക്കാല ആശ്വാസം ആണ് ഇതൊക്കെ. അപ്പോൾ ഞാനങ്ങനെ വെള്ളമൊക്കെ ഫിനിഷ് ചെയ്തു, എടുത്ത ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി ഉണ്ടാക്കണം. ഇന്നിപ്പോൾ ഏട്ടൻ ഇവിടെ ഇല്ല, ഏട്ടന് ഓഫീസിൽ പോയിട്ട്. അപ്പോൾ ഏട്ടൻ ഇന്ന് രാവിലെ പോയി. ഏട്ടൻ ഇന്ന് 7:30 ആയിരുന്നു കോള്. അതുകൊണ്ട് ഒരു 6-6:15 6:30 ആയപ്പോൾ ഇവിടുന്ന് ഇറങ്ങി. ഇന്ന് ഇവിടെ ബുധനാഴ്ചയാണ്. അപ്പോൾ ഞാനും ഇഷാനും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കണം. അതിന് മുന്നേ ഇഷാനെ ഒന്ന് റെഡിയാക്കണം. ഇഷാനെ ഒന്ന് ബ്രഷൊക്കെ ചെയ്യിച്ച് ബാത്റൂമിലൊക്കെ ഇരുത്തി അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണം. അതിന് ശേഷമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾ കോൺഫ്ലെക്സ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇഷാൻ അവിടെ തന്നെ വിളിക്കാന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇന്ന് കോൺഫ്ലെക്സ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇഷാന് ദോശയുണ്ട് കൂട്ട് കുറച്ചുണ്ട് ബാക്കി. അപ്പോൾ ഞാൻ വേഗം പോയി ഇഷാൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കാണാം. ഇഷാന് ഞാനൊരു ദോശ ചുട്ടിട്ടുണ്ട്. അവന് ഒരു ദോശയെ വേണ്ടു, അതുകൊണ്ട് തന്നെ ഒരു ദോശ അവന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന കോൺഫ്ലേക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മൾ കോസ്കോന്ന് വാങ്ങുന്നതാണ്. ഷുഗറൊന്നും ആഡഡ് അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അതൊന്നും മോശമില്ലാത്ത ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഞാനങ്ങനെ ഇതാ ആ ഒരു ബൗളിലെടുത്ത കോൺഫ്ലേക്സും ആ ഒരു കപ്പ് ചായയൊക്കെ കഴിക്കുകയാണ്. ഇഷാൻ ദോശയും കഴിക്കുന്നുണ്ട്. ഇന്ന് ഏട്ടനും കോൺഫ്ലേക്സ് കഴിച്ചിട്ടാണ് പോയത്. ഏട്ടൻ രാവിലെ പോയതായതുകൊണ്ട് ആ സമയത്ത് ഇഷാൻ അറിഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേറൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനും ഇന്ന് കോൺഫ്ലേക്സ് കഴിക്കാൻ കാരണം. അപ്പോൾ ഇതാ അങ്ങനെ ഞാനും ഇഷാനും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് കഴിക്കാനുള്ള 2 ടാബ്ലറ്റ് ഉണ്ട് കേട്ടോ. അത് ഒന്ന് മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റാണ്, മറ്റേത് വൈറ്റമിൻ D ടാബ്ലറ്റാണ്. ഇത് രണ്ടും എൻ്റെ OBGYN എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുള്ളതാണ്.
അപ്പോൾ മൾട്ടി വൈറ്റമിൻ എന്ന് പറയുന്നത് ഇപ്പം പോസ്റ്റ്നേറ്റൽ മൾട്ടി വൈറ്റമിനാണ് കഴിക്കുന്നത്. പ്രഗ്നൻസിക്ക് മുന്നേ ആയിട്ട് പ്രീനേറ്റലായിരുന്നു കഴിക്കുന്നുണ്ടായത്. വൈറ്റമിൻ ഡി മുന്നേ കണ്ടിന്യൂ ചെയ്ത് കഴിക്കുന്നുണ്ടായത് തന്നെയാണ്. ഇത് രണ്ടും ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളമായി. അപ്പോൾ മൾട്ടി വൈറ്റമിൻ ഡോക്ടർ പറഞ്ഞത് എപ്പോഴാണോ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുന്നത് ആ സമയത്ത് നിർത്താം എന്നാണ്. വൈറ്റമിൻ ഡി കുറച്ച് ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്ത് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടിയായി. ഇന്ന് പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല, കാരണം ഓൾറെഡി ബിരിയാണി ഉണ്ട്. അതുകൊണ്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അതിന് ഒരു സാലഡ് മാത്രം ആക്കുവാണ് ചെയ്യുന്നത്. കുക്കുംബർ ഉണ്ട്, അപ്പോൾ കുക്കുംബറും തൈര് ഇട്ടിട്ട് ഒരു സിമ്പിൾ സാലഡാണ്. കാരണം പച്ചമുളകും കാര്യമൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അത് ഇഷാനിന് കൂടെ കൊടുക്കേണ്ടതുകൊണ്ട് പച്ചമുളക് ഞാൻ അതിലിടുന്നില്ല. അപ്പോൾ വെറും നമ്മുടെ കുക്കുംബർ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് ഉപ്പും ഇട്ട് പിന്നെ തൈര് കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ബിരിയാണിയാണ്. ആക്ച്വലി ഒരു വീഡിയോ എടുക്കാൻ മാത്രമില്ല, കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇന്ന് ഏട്ടനില്ല. അതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് ഇങ്ങനെ ബിരിയാണിയൊന്നും അല്ല കേട്ടോ എപ്പോഴൊന്നും ഉണ്ടാവുക. സാധാരണ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡിൽ കുക്ക് ചെയ്ത് വെക്കും. 2-3 കറികളും 2-3 ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അത് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് മതിയാവും. അപ്പം മീനോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കി വെക്കൽ തന്നെയാണ്. അപ്പോൾ ഏട്ടനിപ്പോൾ ഓഫീസിൽ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഏട്ടൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും അധികം നടക്കില്ല. അതുകൊണ്ട് ഒക്കെ ഉണ്ടാക്കി വെക്കാറാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ബിരിയാണി. നമ്മൾ ഉണ്ടാക്കിയ ബിരിയാണി അല്ല, വാങ്ങിയതാണ്. ആക്ച്വലി ബിരിയാണി കഴിക്കാനുള്ള ഒരു കൊതി തോന്നിയതുകൊണ്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ വാങ്ങിയത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ആ ബിരിയാണി. അപ്പോൾ അതൊന്നും എനിക്ക് ചൂടാക്കണം, ചൂടാക്കിയിട്ട് കഴിക്കാതെ. അപ്പോൾ ഇതാ ഞങ്ങളുടെ ബിരിയാണിയൊക്കെ ചൂടാക്കി. ഞാനതിൽ കുറച്ച് നമ്മളുടെ നാരങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാലഡും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ചിനുള്ള മെനു. അപ്പോൾ ഞാനും ഇഷാനും കൂടെ ഇത് വേഗം കഴിക്കട്ടെ. ഇഷാന് കൊടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാൻ. അപ്പോൾ നമ്മൾ 2 പേരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ നമുക്കങ്ങനെ ഇവിടെ വൈകുന്നേരം ആയപ്പോഴേക്കും ഏട്ടനെത്തി. ഏട്ടൻ വരുന്ന സമയത്ത് വൈകുന്ന ഏട്ടന് വിശന്നുകൊണ്ട് തന്നെ ഏട്ടൻ ബർഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബർഗറും ഒനിയൻ റിങ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ എൻ്റെ അടുത്ത് ബർഗർ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഏട്ടൻ ഒനിയൻ റിങ്സ് വാങ്ങിച്ചത് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ആ ഒനിയൻ റിങ്സ് കഴിക്കുകയാണ്. അതിൽ നിന്ന് 1-2 പീസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ 1-2 പീസ് ഞാൻ കഴിച്ചു. 1 പീസ് ഇഷാന് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ഏട്ടനൊക്കെ വന്നതിന് ശേഷം ഞാൻ ചായയൊക്കെ വെച്ചു. ചായക്ക് ഭയങ്കരമായിട്ട് വിശപ്പൊന്നും ഉണ്ടായില്ല കാര്യമായിട്ട്. പിന്നെ ഇഷാന് കൊടുക്കാൻ വേറൊന്നും ഇല്ലായിരുന്നു വൈകുന്നേരം. അപ്പോൾ ബ്രെഡ് ഉള്ളത് ഞാനൊന്ന് ഫ്രഞ്ച് ടോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കും കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഞാനിങ്ങനെയാണ് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 2 മുട്ട നമുക്ക് പൊട്ടിച്ചിടാം. അതിലേക്ക് ആവശ്യത്തിന് പാലൊഴിക്കുക. ഒരുപാട് പാലൊഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പാലൊഴിക്കാം. ഇനി ഞാനതിലേക്ക് വനില എസൻസ് ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഒരു ടേസ്റ്റിന് മാത്രം കുറച്ച് വനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. അപ്പോൾ നന്നായിട്ട് മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് നന്നായിട്ട് പഞ്ചസാര ഇടാം. ഞാനിവിടെ ഒരുപാടൊന്നും പഞ്ചസാര ഇടുന്നില്ല, കുറച്ചേ പഞ്ചസാര ഇട്ടിട്ടുള്ളായിരുന്നു. പിന്നെ ഞാൻ അതിലേക്ക് ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് ഇട്ടു. അതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തിങ്ങനെ പൊന്തിച്ച് ഈ ഒരു ഫ്ലഫി ആയിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മളുടെ ഫോർക്കോ അല്ലെങ്കിൽ ഒരു വിസ്കോ യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പഞ്ചസാരയും ഉപ്പും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നവർ അത് ബീറ്റ് ചെയ്യും. ഈ ഒരു ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇറ്റാലിയൻ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് വൈറ്റ് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ വൈറ്റ് ബ്രെഡായിരിക്കും ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രെഡാണോ അതെടുക്കാം. പിന്നെ ഈ മൾട്ടിഗ്രെയിൻ ബ്രെഡൊക്കെ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല, കാരണം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഒരു പാൻ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ഗ്രിഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച്. അപ്പോൾ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളുടെ ബ്രെഡ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് നമുക്ക് മുക്കിയിട്ട് അതിൽ മുക്കിയതിന് ശേഷം നമ്മളുടെ പാനിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ടു ലോ ടു മീഡിയം ആ ഒരു ഇതിൽ ഫ്ലെയിം വെക്കുക. ഒരുപാട് ഹൈയിൽ വെച്ച് കഴിഞ്ഞാൽ വേഗത്തിലത് കരിഞ്ഞു പോകും. കാരണം പഞ്ചസാര ഇട്ടുകൊണ്ട് തന്നെ അതിൻ്റെ പുറം വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ടൊരു മീഡിയം അല്ലെങ്കിൽ ലോ ടു മീഡിയം ആ ഒരു ഇതിൽ തീ വെച്ചതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒരു സൈഡ് കുക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്കത് മറിച്ചിട്ട് മറ്റേ സൈഡും കുക്ക് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു വൈകുന്നേരം കഴിച്ചത്. ഒരു കപ്പ് ചായയും പിന്നെ ഈ ഒരു ഫ്രഞ്ച് ടോസ്റ്റും കഴിച്ചു. അതിലൊരു 2 സ്ലൈസ് ഞാൻ കഴിച്ചു. പിന്നെ ഒരു കപ്പ് ചായയും. അപ്പോൾ ഇവിടെ ഇപ്പോൾ രാത്രി 8:15 നമ്മൾ ഡിന്നർ കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഡിന്നറിന് ചോറായിരുന്നു. ചോറും നമ്മളുടെ ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ തിലാപ്പിയ കൊണ്ട് ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മീൻ കറിയും പിന്നെ ഒരു 4-5 പീസ് കുക്കുംബറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡിന്നറിന് കഴിച്ചത്. ഇന്ന് നേരത്തെയാണ് ആക്ച്വലി കഴിച്ചത്. ചില സമയത്തൊക്കെ 8:30, 9 മണി, 10 മണിയൊക്കെ ആവാറുണ്ട്. ഇന്ന് നേരത്തെ കഴിച്ചു. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ട്. എൻ്റെ കുക്കിങ്ങിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവസാനമായിട്ട് ഇന്ന് കഴിക്കുന്നത് ഈ ഒരു കപ്പ് പാലാണ്. ഇത് ഡെയിലി ഞാൻ കഴിക്കുന്നതാണ്. അപ്പോൾ കിടക്കുന്നതിന് മുന്നേ ഇത് കഴിക്കും. അപ്പോൾ അതും കൂടെ കഴിക്കുവാണ് ഞാൻ. ഹായ്, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ദിവസം ഞാൻ കഴിച്ച ഭക്ഷണം എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു സാധാരണയുള്ള ദിവസം ഇതുപോലെയൊന്നല്ല കേട്ടോ ഉണ്ടാവാറ്. ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓരോ ദിവസവും ഓരോരോ പോലെയാണ്. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് കഴിച്ചത്. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഭക്ഷണം ഇങ്ങനെയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ചില സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നി ഭയങ്കര അൺയൂഷ്വലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് ഫുള്ളായിട്ട് സംഭവിച്ചിട്ടുള്ളത്. രാവിലെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അധികം ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി, ദോശ, പിന്നെ ഉപ്മ, അങ്ങനെയുള്ള സാധനങ്ങൾ തന്നെയാണ് അധികം ഉണ്ടാക്കാറ്. പിന്നെ ഇന്ന് ഈ പറഞ്ഞ പോലെ ഏട്ടൻ രാവിലെ പോയതുകൊണ്ടും എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കണ്ടല്ലോ, ഇഷാനിന് ഉണ്ടാക്കി കൊടുക്കാൻ ദോശേൻ്റെ മാവുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് ഞങ്ങൾ കോൺഫ്ലേക്സ് കഴിച്ചു.
കോൺഫ്ലേക്സ് കഴിക്കാറില്ല എന്നല്ല കേട്ടോ പറയുന്നത്, കഴിക്കാറുണ്ട്. കോൺഫ്ലേക്സ് കഴിക്കാറുണ്ട്, രാവിലെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കി കഴിക്കാറുണ്ട്, പാൻ കേക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട്, പിന്നെ ബ്രെഡ് വെറുതെ ചീസ് വെച്ച് ടോസ്റ്റ് ചെയ്ത് കഴിക്കാറുണ്ട്, പിന്നെന്താ പറയുക ചെറിയ രീതിയിൽ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പക്ഷേ സാധാരണ ഏറ്റവും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ചും കൂടെ ഇഷ്ടം ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അധികം ഞങ്ങൾ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇന്നപ്പോൾ അങ്ങനെയൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് ലഞ്ച് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ചോറായിരിക്കും. അപ്പോൾ ചോറും എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാവും. കറി ഞാൻ ഈ പറയുന്ന പോലെ വീക്കെൻഡിൽ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ആ ഒരു കറിയും എന്തെങ്കിലും ഒരു ഉപ്പേരി, അച്ചാറ് അങ്ങനെ, അല്ലെങ്കിൽ മീൻ, ചിക്കൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് സാധാരണ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാവാറ്. ഇന്ന് എന്താ പറയുക ഏട്ടനില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കും ഇഷാനും വേണ്ടി മാത്രം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇന്നലത്തെ ബിരിയാണി ബാക്കിയുള്ളത് കഴിച്ചു. അവനും ബിരിയാണി കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ബിരിയാണി ഞങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ അധികം ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ ബോറടിക്കുമല്ലോ. എന്താ പറയുക, അപ്പോഴും വേറെ ആരും ഉണ്ടാക്കി തരുന്ന ഭക്ഷണമൊന്നുമില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുക, നമ്മൾ തന്നെ കഴിക്കുക. അതേ പറയുന്ന പോലെ ചില സമയത്ത് വീക്കെൻഡിൽ ഉണ്ടാക്കി വെക്കുമ്പോൾ 2-3 ദിവസമൊക്കെ ഒരേ കറി കഴിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ചില സമയത്ത് ബിരിയാണിയൊക്കെ കഴിക്കാനൊരു ആഗ്രഹം തോന്നും. അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയപ്പോൾ ഇന്നലെ രാത്രി വാങ്ങിയതായിരുന്നു ബിരിയാണി. അപ്പോൾ രാത്രി വാങ്ങിയതായതുകൊണ്ടാണ് ഇന്ന് ഉച്ചക്ക് എടുത്തത്. അപ്പോൾ ഉച്ചക്കും അതാണൊക്കെ എന്താ പറയുക നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ഭക്ഷണമൊന്നുമല്ല ഉണ്ടായത്. പിന്നെ വൈകുന്നേരം സാധാരണ ചായക്ക് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ബാക്കി ചില സമയത്ത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് കഴിക്കും. പിന്നെ അപ്പോൾ മിക്ക ദിവസം ചില സമയത്തൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി നോക്കാറുണ്ട്. ഇന്നിപ്പോൾ അതൊന്നും കഴിച്ചിട്ടില്ല. എന്താ പറയുക, അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല ഇന്ന്. ഉച്ചയ്ക്ക് നേരത്തെ ലഞ്ച് കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായ കുടിക്കേണ്ട സമയം, അതിനിടയിൽ പിന്നെ ഇഷാനും ഉറക്കലും അങ്ങനെയൊക്കെ ആയതുകൊണ്ടൊന്നും കഴിച്ചില്ല. പിന്നെന്താ പറയുക, ചില സമയത്ത് ലൈം ജ്യൂസ് ഉണ്ടാക്കി കുടിക്കും കേട്ടോ. അത് ഇഷാൻ വെള്ളം കുടിക്കാത്തത് കൊണ്ട് അവന് ലൈം ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് നമ്മളും കുടിക്കാറുണ്ട്. ഇന്ന് കുടിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധാരണയായിട്ട് ഉണ്ടാവാറ്. ഇന്ന് വീഡിയോ എടുത്ത് വന്നപ്പോൾ ഭയങ്കരമായിട്ട് യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് തന്നെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് കഴിച്ചത്. ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെ കഴിച്ച ഭക്ഷണം എന്ന് പറയുന്നത്. എല്ലാവരും കണ്ടു, ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെടുന്നുണ്ട് വീഡിയോ എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. കാരണം ഞാനിപ്പോൾ എൻ്റെ അനലറ്റിക്സ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ, അതായത് വീഡിയോ കാണുന്നതെന്ന് ഒരു 60-70% ആൾക്കാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ആൾക്കാർ കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതൊന്ന് പറ്റുവാണെങ്കിൽ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത് തന്നെ കാണാം. ബൈ, ഹാവ് എ ഗുഡ് ഡേ.